അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ്, മർക്കസ് സ്ഥാപനങ്ങളുടെ കാര്യദർശി, വേൾഡിൽ അറിയപ്പെട്ട മുസ്ലിം നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന KMC ന്യൂസിൽ അതിഥിയായി പങ്കെടുക്കുന്നു. ഉസ്താദിന് KMC ന്യൂസിലേക്ക് സ്വാഗതം. സുന്നി ഐക്യം അങ്ങയുടെ പ്രസംഗങ്ങളിലൂടെ വ്യക്തമാക്കിയ സംഗതിയാണ്. സുന്നി ഐക്യത്തിനു വേണ്ടി ഏതെങ്കിലും ഭാഗങ്ങളിലൂടെയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? സുന്നി ഐക്യം അനിവാര്യമാണെന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് തന്നെ സുന്നി ഐക്യത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് അത് തുടരുക തന്നെ ചെയ്യും. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് മറുഭാഗത്ത് അതിന് എതിരായി കാണുന്നത്. അല്ലാതെ മറുഭാഗത്തുള്ളവരും ബഹുഭൂരിപക്ഷവും പൊതുജനങ്ങൾ പൊതുവിലും സുന്നി ഐക്യം വേണമെന്ന അഭിപ്രായക്കാരായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുന്നി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ ലയനമാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല, ലയനം അല്ല. ലയനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന പ്രവർത്തനം മാത്രം നിലനിർത്തുകയും മറുവിഭാഗത്തിന്റേത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ലയനത്തിലൂടെ വരുന്നത്. ഇന്ന് സുന്നികൾ എന്ന് അറിയപ്പെടുന്നവർക്ക് വിവിധ പ്രവർത്തന മണ്ഡലങ്ങൾ ഉണ്ട്. ജമിയത്തുൽ ഉലമയും വിദ്യാഭ്യാസ ബോർഡും അതിനോട് അനുബന്ധിച്ച മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്. അത് ഒന്ന് മറ്റൊന്നിനെ ആസ്പദിച്ച് ജീവിക്കുന്നതും അല്ല, നിലകൊള്ളുന്നതും അല്ല. അതുകൊണ്ട് അവയെല്ലാം അതിന്റെ റൂട്ടിൽ തന്നെ കൃത്യമായി നിർവഹിക്കുകയും അതേസമയം എല്ലാവരും പൊതുവായ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുകയും പൊതുവായ കാര്യങ്ങളിൽ സഹകരിക്കുകയും ചെയ്ത് മുന്നോട്ട് നീങ്ങുക, അതാണ് ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സലഫി സംഘടനകൾ ഐക്യപ്പെടുകയുണ്ടായി. അവരുടെ ഐക്യത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? സലഫി സംഘങ്ങളുടെ ഐക്യം കടലാസിൽ മാത്രമാണ് ഉള്ളത് എന്ന് അവരുടെ അനുഭവത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായിരുന്നാലും അവരുടെ ഐക്യം എപ്പോഴും സുന്നത്ത് ജമാഅത്തിന് എതിരാണ്. അതുകൊണ്ട് അവർ ഐക്യപ്പെട്ടാലും വിട്ടുനിന്നാലും സുന്നികൾക്ക് അതൊരു പ്രശ്നമല്ല. സലഫികളുടെ ഐക്യത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ബിദഅത്തുകാരെയും വഹാബികളെയും പ്രതിരോധിക്കാനുണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത. സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ അതാണ്. എന്നിരിക്കെ മറുവിഭാഗം സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് അഥവാ ഹൈദരലി തങ്ങൾ സലഫി ഐക്യത്തിനുവേണ്ടി നിർദ്ദേശം നൽകി അല്ലെങ്കിൽ മുൻകൈയെടുത്തു എന്ന് കേൾക്കുമ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു? ഹൈദരലി തങ്ങൾ മുൻകൈയെടുത്തു എന്ന് സലഫികളാണ് പറയുന്നത്. അതുകൊണ്ട് സത്യമാണോ അല്ലേ എന്ന് ആദ്യമായി പരിശോധിക്കണം. അങ്ങനെ സത്യമാണ് എങ്കിൽ അദ്ദേഹം സമസ്തയുടെ വക്താവ് എന്ന നിലക്ക് ഒരിക്കലും സലഫികളോട് ഈ രീതിയിലുള്ള ഒരു ബന്ധം പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. സുന്നികൾ സുന്നികളായി തന്നെ നിൽക്കണം. സുന്നത്ത് ജമാഅത്തിന് എതിരുള്ള ഒരു വ്യക്തികളുടെയും ആശയം പ്രചരിപ്പിക്കാനോ നടത്താനോ സഹായിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. അതുകൊണ്ട് അദ്ദേഹം സമസ്തയുടെ ആളാണെന്ന് പറയുന്നുവെങ്കിൽ തികച്ചും സമസ്തയുടെ നയത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ രീതിയിൽ പോവുക. രണ്ടും കൂടി ഇവിടെ യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുന്നി ഐക്യത്തിന് തടസ്സമായി മറുവിഭാഗം ആരോപിക്കുന്ന ഒരു കാരണം ഹൈദരലി തങ്ങളെ മുസ്ലിം നേതാവായി അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് അതിൽപ്പെട്ട ചിലരെങ്കിലും ഉയർത്തിക്കാണിക്കുന്നത്. മുസ്ലിം നേതാവായി ഒരാളെ തെരഞ്ഞെടുക്കലില്ല. മുസ്ലിം ലീഗ് നേതാവാണ്, അത് ലീഗുകാർ തെരഞ്ഞെടുക്കുന്നു. അതുപോലെ സംഘടനയിൽ നിൽക്കുമ്പോൾ സംഘടന തെരഞ്ഞെടുക്കും എന്നല്ലാതെ മുസ്ലിം നേതാവ്
അത് അള്ളാഹു താല അങ്ങനെ നേതാക്കൾ ആക്കലാണ്, അല്ലാതെ അതൊരു തെരഞ്ഞെടുക്കുന്ന ഒരു തസ്തികയല്ലാതെ. കേരളത്തിൽ ഈയിടെ UAPA ചർച്ച ചെയ്യപ്പെട്ടു. തീവ്രവാദ ബന്ധമെന്ന പേരിൽ സലഫികൾക്കെതിരെയാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായി കാണാൻ സാധിക്കുമോ? ആക്രമിക്കുന്നവർക്കെതിരെ, കുറ്റവാളികൾക്കെതിരെയുള്ള നിയമം എക്കാലവും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അത് നടപ്പാക്കുന്നതിൽ ആർക്കും വിരോധമുണ്ടാവുകയില്ല. പക്ഷേ അത് നിരപരാധികളെ കൊടുക്കാനോ നിരപരാധികളെ പേരിൽ ചുമത്താനോ ഉള്ള ഒരു പ്രവണതയായി ഒരിക്കലും വരാൻ പാടില്ല. ഏക സിവിൽ കോഡിനെതിരെ സമരപ്രഖ്യാപനങ്ങൾ, സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി. ഏതൊക്കെ രീതിയിൽ ദോഷം ചെയ്യും ഏക സിവിൽ കോഡ്? ഞങ്ങൾ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടും ഉണ്ട്. കോമൺ സിവിൽ കോഡ്, ഏക സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്ന അത് ഏറ്റവും വലിയ വർഗീയതയും കുഴപ്പവും സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇന്ത്യ രാജ്യത്ത് വിവിധ മതങ്ങളും ജാതികളും ആദർശങ്ങളും എല്ലാം ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് അത് മാത്രം നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ജാതി മതങ്ങളുടെ പേരിലും ആശയക്കാരുടെ പേരിലും ഈ ഒന്ന് അടിച്ചേൽപ്പിക്കലാണ്. അത് വർഗീയതയാണ്. വർഗീയത ഒരിക്കലും പാടില്ല. അത് ലോകത്ത് നാശമാണ്, നഷ്ടമാണ്, ജനങ്ങൾ തമ്മിൽ കുഴപ്പമുണ്ടാവാൻ കൂടുതൽ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം വർഗീയതയെ ശക്തമായി വിരോധിച്ചിട്ടുണ്ട്. വർഗീയവാദി നമ്മിൽപ്പെട്ടവരല്ല എന്നാണ് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഥവാ വർഗീയവാദം ഒരു മുസ്ലിമിന് പാടുള്ളതല്ല എന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ വർഗീയതയിലേക്ക് കൂട്ടുന്ന, കുഴപ്പത്തിലേക്ക് കൂട്ടുന്ന ഏക സിവിൽ കോഡ് ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലാത്തതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ ജാതി മതങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് എഴുതി വച്ചിട്ടുള്ളത്. അത് അപ്പടി തന്നെ നിലനിർത്തേണ്ടതാകുന്നു. കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിൽ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പ്രധാനമന്ത്രിയെക്കുറിച്ച് തലക്ക് വെളിവില്ലാത്തവൻ എന്നൊരു പരാമർശം നടത്തിയപ്പോൾ അങ്ങ് അത് തിരുത്തുകയുണ്ടായി. ഇതിന്റെ പേരിൽ ചില മാധ്യമങ്ങളൊക്കെ വിവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങയെ BJP അനുകൂലിയായി ചിത്രീകരിക്കുകയുണ്ടായി. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? വിവാദങ്ങൾ നിർത്താൻ ആർക്കും സാധിക്കുകയില്ല. ഞങ്ങളുടെ നയം വ്യക്തിഹത്യ ഒരിക്കലും പാടില്ലെന്നും ആശയത്തെ ആശയം കൊണ്ട് നേരിടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനത്തുള്ള കാലത്തോളം അദ്ദേഹത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തന്നെ അംഗീകരിക്കുന്നു. അതേസമയം നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മതവിരുദ്ധമായി വല്ലതും കൊണ്ടുവരുന്നുവെങ്കിൽ അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാൻ നമുക്ക് നിയമമുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഭാഗമാണ് ഏക സിവിൽ കോഡിനെതിരെയുള്ള ഈ പ്രക്ഷോഭങ്ങളും ചോദ്യങ്ങളുമെല്ലാം. എന്നല്ലാതെ ഒരു വ്യക്തിയെ ജനസദസ്സിൽ വെച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്നത് ഒരു സമുദായത്തിലും യോജിച്ചതല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ആ നിലയിലാണ് നീങ്ങുന്നത്. അതിന്റെ പേരിൽ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ഈയിടെ ഏറെ പ്രതീക്ഷകൾ നൽകിയെങ്കിലും വീണ്ടും കരിപ്പൂരിനെ തഴയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് യാത്രികരുള്ളത് മലബാർ ഏരിയയിൽ നിന്നാണ്. കരിപ്പൂരിനു വേണ്ടി അങ്ങയുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന നീക്കങ്ങൾ എന്താണ്? ഞങ്ങൾ കേരള ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തതിന് പുറമെ ഡൽഹിയിൽ പോയി ഹജ്ജ് കാര്യം നിർവഹിക്കുന്ന മന്ത്രിക്കും ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഹാജിമാരിൽ 90% മലപ്പുറവും മലപ്പുറത്ത് നിന്ന് വടക്കോട്ടുള്ളവരും ആണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഹജ്ജ് എംബാർക്കേഷൻ കോഴിക്കോട്ട് നിന്നാകണമെന്ന് ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഞങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ട്. കാസർകോട്ട് നിന്ന് ഒരു ഹാജി
കൊച്ചിയിലെത്തുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ ഹജ്ജിന് പോയി മടങ്ങി വരുന്ന അത്രയും ബുദ്ധിമുട്ട് അവന് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ബഹുഭൂരിപക്ഷം ജനങ്ങളുള്ള സ്ഥലത്തു നിന്ന് തന്നെ ആവണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു. ഇനിയും ഗവൺമെന്റിനെ സമീപിക്കാൻ ഇരിക്കുകയുമാണ്. കേരളത്തിൽ ജലക്ഷാമം രൂക്ഷമാവാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ അങ്ങയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾക്ക് കീഴിലുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? എല്ലാ സ്ഥലത്തും ജലസംഭരണി ഉണ്ടാക്കണമെന്നും ഗവൺമെന്റ് അതിൽ മുൻകൈയെടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുറമെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ജലസംഭരണി ഉണ്ടാക്കുകയും കിണറുകൾ കുഴിച്ച് വലിയ വലിയ കിണറുകൾ വെള്ളം ഉള്ള സ്ഥലത്ത് ഉണ്ടാക്കി ജനങ്ങൾക്ക് പരമാവധി വിതരണം നടത്തണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ട്. ഇപ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനം ഏകദേശം ആരംഭിച്ചിട്ടുണ്ട്. അനാവശ്യമായി വൃക്ഷങ്ങൾ വെട്ടി മുറിച്ച് തണല് ഇല്ലാതാക്കുന്നത് ജലക്ഷാമത്തിന് കാരണമായേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരം വെച്ചുപിടിപ്പിക്കാനും തണലുകൾ ഉണ്ടാക്കാനും വളരെയധികം ശക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലും പാർക്കുകളിലും മരച്ചുവടുകളിലും മലമൂത്ര വിസർജനം ചെയ്യുന്നതിനെ ഇസ്ലാം തടഞ്ഞിട്ടുണ്ട്. കിണർ കുഴിച്ചു കൊടുക്കുന്നവർക്ക് വലിയ പ്രതിഫലമുള്ളതായി ഹദീസിൽ വന്നിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കും, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നീ കിണർ കുഴിച്ച് വഖഫ് ചെയ്യുക എന്നാണ് പഠിപ്പിച്ചത്. മാത്രമല്ല, ഇസ്ലാമിന്റെ ഒരു സവിശേഷത, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ സ്വയം യത്നപ്രകാരം അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയിൽ കിണർ കുഴിച്ചാലും ആ വെള്ളത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അങ്ങനെ വെള്ളം കൊണ്ട് സഹായിക്കുന്നത് ഇസ്ലാം വളരെയധികം നിർദ്ദേശിച്ചിട്ടുണ്ട്, വളരെയധികം ഉപദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കൽ ഇസ്ലാമിക സുന്നത്താണ്, അല്ലെങ്കിൽ ചില ഘട്ടത്തിൽ നിർബന്ധമാണ് എന്ന് പറയാതെ നിർവാഹമില്ല. മർക്കസു സഖാഫത്തി സുന്നിയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കായ കിണറുകൾ കുഴിച്ച് സാധുക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 1000 വൃക്ഷം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷവും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കേരള മുഖ്യമന്ത്രി മർക്കസിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടും ഒരു വൃക്ഷം നടാൻ തയ്യാറാക്കുകയും അങ്ങനെ എല്ലാ സ്ഥലത്തും വൃക്ഷങ്ങൾ നട്ട് വളർത്താനും ചെടികൾ ഉണ്ടാക്കാനും ഞങ്ങളുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 1000 വൃക്ഷം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മർക്കസ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യം മുഴുവനും അങ്ങനെ പാവപ്പെട്ടവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുകയും ജലസംഭരണികൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിലാണ് ഉള്ളത്. ഇനിയും അതിന് മുന്നോട്ട് തന്നെ ഞങ്ങൾ ഉത്സാഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ഡിതന്മാർ മാർച്ചിൽ തൃശൂരിൽ ഒത്തുകൂടുകയാണല്ലോ. എന്താണ് നൽകാനുള്ള സന്ദേശം? കേരളത്തിൽ പുതുതായി ജനങ്ങൾക്ക് അത്ഭുതം തോന്നുന്നതും അതേസമയത്ത് ഒരു യാഥാർത്ഥ്യവും ആണ് പണ്ഡിത സഭ സംഘടിപ്പിക്കുന്ന കോൺഫറൻസ്. ഇൻഷാ അല്ലാഹ് മാർച്ച് 3, 4, 5 തീയതികളിൽ തൃശൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയുമെല്ലാം പ്രവർത്തന രംഗത്ത് നിന്ന് സംഘടിപ്പിച്ച് ജനങ്ങളെ ഒറ്റക്കെട്ടാക്കി നിർത്തിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഇന്ന് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ അവർകളും
ഞാനും ഞങ്ങൾ ഉൾക്കൊള്ളുന്ന 40 മുശാവറയുടെ കീഴിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്തയിൽ മെമ്പർഷിപ്പ് എടുത്ത 25,000 പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് 3 ദിവസത്തെ ക്യാമ്പ് തൃശൂരിൽ നടക്കുകയാണ്. ആ ക്യാമ്പിൽ ആധുനിക കാലഘട്ടത്തെ അനിവാര്യമായ വിഷയങ്ങളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള മാർഗവും രേഖയും എല്ലാം ചർച്ച ചെയ്യപ്പെടുകയും സവിസ്തരം പ്രതിപാദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമ്മേളനം നടക്കുകയാണ്. ഏതാണ്ട് 15,000 പേർ പങ്കെടുത്ത ഒരു സമ്മേളനം മലപ്പുറം ജില്ലയിൽ വെച്ച് 2-3 വർഷങ്ങൾക്കപ്പുറം നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇൻഷാ അള്ളാ 25,000 മെമ്പർമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കല്ലാതെ വേറെ ഒരു പണ്ഡിത സംഘടനക്കും സാധ്യമല്ല എന്ന് ഉറപ്പാണ്, വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വമ്പിച്ച സംഭവമായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. KMACക്ക് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം അനുവദിച്ചതിന് കൃതജ്ഞത അറിയിക്കുന്നു. അൽഹംദുലില്ലാ, KMACയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംഘടനാ വാർത്തകളും മുസ്ലിം വാർത്തകളും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. KMACയുടെ പ്രവർത്തകരെ അതിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.